ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങൾ ഇന്ന് ഒരു കല്യാണത്തിന് പോകുവാണേ. ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഗ്രേഷ്മയുടെ കല്യാണമാണ് ഇന്ന്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. വീഡിയോ ഇടാൻ ലേറ്റ് ആയതാണ്. 25-ാം തീയതി ആയിരുന്നു കല്യാണം. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് വൈഷ്ണവീനെയും കൂടെ കൂട്ടിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ വൈഷ്ണവി ഇവിടെയുണ്ട്. അപ്പോൾ അവളിപ്പോൾ വരും. ചേട്ടനും വൈഷ്ണവിക്കും നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ. 10:15-നും 11 മണിക്കും ഇടയിലായിരുന്നു കല്യാണം. ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടൻമേട് അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം. അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകുവാണേ. കുറേ നാളത്തെ മഴയ്ക്ക് ശേഷം നല്ല വെയിൽ തെളിഞ്ഞ ദിവസങ്ങളിൽ ഒന്നായിരുന്നു കേട്ടോ 25-ാം തീയതി. അപ്പം ഞങ്ങൾ ടൗണിൽ നിന്ന് ഒരു ഷോർട്ട് കട്ട് വഴിയാട്ടോ വണ്ടൻമേടിൽ പോകുന്ന വഴിക്ക് നിറയെ കാഴ്ചകളും കാണാനുണ്ട്. അങ്ങനെയാണ് ഈ വഴിക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. കട്ടപ്പനയിൽ നിന്നും അമ്പലക്കവല, മേട്ടുക്കുഴി, മാലി വഴി വണ്ടൻമേടിനാണ് പോകുന്നത്. മാലിയൊക്കെ വളരെ മനോഹരമായ സ്ഥലമാട്ടോ. നിങ്ങളതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കണ്ടോളൂ. ആദ്യമായിട്ട് ആരെങ്കിലും ഞങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളും അറിയിക്കണം കേട്ടോ. ഇവിടെ നിറയെ ഏലത്തോട്ടങ്ങളാണ്. ഏലത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രേഷ്മയ്ക്ക് ഞങ്ങളൊരു ഡ്രസ്സാണ് ഗിഫ്റ്റായിട്ട് വാങ്ങിയത്. ഒരു കോട്ട് സെറ്റ് ആട്ടോ വാങ്ങിയത്. നമ്മളിപ്പം മാലി എന്ന് പറയുന്ന സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ഒരു തമിഴ് ആൾക്കാർ കൂടുതൽ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. കറുവാക്കുളം പോലെ തമിഴ് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് മാലി. ഇവിടെ തമിഴ് മീഡിയം സ്കൂളാണ് ഉള്ളത്. ഇത് കണ്ടോ, ഇത് തമിഴ് മീഡിയം സ്കൂളാണ്. ഇവിടെ താമസിക്കുന്ന എല്ലാവരും തന്നെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഒരു പക്ക ഗ്രാമപ്രദേശമാണിത്. നിറയെ ഏലത്തോട്ടങ്ങളാണ്. നല്ല ഭംഗിയുള്ള വഴിയല്ലേ ഇത്. ഈ തോട്ടങ്ങളുടെ നടുവിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് നല്ല രസമില്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുത്തെ വീടുകളും അതൊക്കെ ഡിഫറൻസ് ആട്ടോ. നമ്മൾ ടൗൺ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ഇച്ചിരി തമിഴ് ആൾക്കാർ താമസിക്കുന്നതുകൊണ്ട് ആ ഒരു സെറ്റപ്പാണ് ഇവിടെ. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഒരു തവണ എന്തോ ആട്ടോ ഈ വഴി വന്നിട്ടുള്ളൂ. അതിനുശേഷം ഇന്നാണേ വരുന്നത്. ഇത് കണ്ടോ, വീടുകൾ കണ്ടോ. നമ്മൾ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത് പോലെയല്ലേ വീടുകളൊക്കെ, അടുത്തടുത്ത് വീടുകൾ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ വഴിയുള്ള യാത്ര. കുറച്ച് ദൂരമുള്ളൂ. കട്ടപ്പനയിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് മാലി. കേരളത്തിൽ കാണുന്ന പോലത്തെ അമ്പലങ്ങളൊന്നും അല്ലല്ലോ തമിഴ്നാട്ടിൽ കാണുന്നത്. ഇത് കണ്ടോ, തമിഴ് സ്റ്റൈലിലെ ഒരു അമ്പലമാണ് അത്. ഞങ്ങളവിടെ വണ്ടി നിർത്തി വീഡിയോ എടുത്തില്ല കേട്ടോ. ഒത്തിരി ലേറ്റ് ആയിരുന്നു. ചേട്ടനും വൈഷ്ണവിക്കും നല്ല തിരക്കായിരുന്നു ഓഫീസിൽ. അതുകൊണ്ട് വളരെ ലേറ്റായിട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് വണ്ടിയിൽ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കല്യാണം നടക്കുന്ന സ്ഥലത്തെത്തിയ വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കല്യാണം. അതിനോട് തൊട്ട് ചേർന്ന ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ ഫംഗ്ഷൻ.
ഞങ്ങളിവിടെ 12:45 ആയി എത്തിയപ്പോഴേക്കും. പക്ഷേ ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടോ, കല്യാണമൊക്കെ കഴിഞ്ഞ് കാറ്ററിംഗ് പിള്ളേർ വരെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ അതേപോലെ ലേറ്റായി. സാധാരണ 1 മണിയൊക്കെ കഴിയുമ്പോഴേക്കൊക്കെയാണല്ലോ പരിപാടിയൊക്കെ വൈൻഡപ്പ് ആകത്തുള്ളൂ. ഇതാണ് ഗ്രേഷ്മയും ശ്രീകുട്ടനും. വളരെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇവർ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, നല്ലൊരു കുടുംബജീവിതം അവർക്ക് ലഭിക്കട്ടെ. അപ്പം ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ കയറുവാണേ. അപ്പം ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അപ്പോൾ ഗ്രേഷ്മ പറയുക കേട്ടോ, വളരെ നേരത്തെയാണല്ലോ നിങ്ങൾ വന്നത് എന്നൊക്കെ പറയുവാണേ. 10:30ക്കും 11:15 ഇടയിലായിരുന്നു കേട്ടോ കല്യാണം. ഞങ്ങൾ 12:45 ആയി വന്നപ്പോഴേക്കും. പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ചേട്ടൻ്റെ ഓഫീസിൽ നിന്ന് ഇനിയും കുറേ പേരൊക്കെ വരാനുണ്ട്. അവർ ഇതിനേക്കാൾ ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കുമാണ് ബാക്കി എല്ലാവരും വന്നത്. അരുണും രാജീവും അനന്തും അർജുനും ബബിത്തും. അപ്പം ഞാൻ പറയുകയെ, ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നിട്ട് ആരെയും കാണാനില്ല, അപ്പം നിങ്ങളുടെ വീഡിയോ എങ്കിലും ഞാൻ എടുക്കുമോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ വീഡിയോ ഞാൻ എടുത്തതാട്ടോ. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോഴേക്കും ഗ്രേഷ്മയൊക്കെ പോകാനുള്ള സമയമായിരുന്നു, പയ്യൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഗ്രേഷ്മ അമ്മയോടും അച്ഛനോടും അനിയത്തിയോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുവാണ്. ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഒരു നിമിഷമായിരിക്കുമല്ലോ ഇത്. നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നത്. ഒത്തിരി സന്തോഷവും ഉണ്ടാകും, ആ കൂടെ കുറച്ച് വിഷമവും കൂടെ ഉള്ള ഒരു നിമിഷമായിരിക്കും ഇത്. അവർ സ്നേഹിച്ച കല്യാണം കഴിക്കുന്നതെങ്കിലും നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് വിഷമമൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ അവർ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അവർ പോയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോയൊക്കെ എടുത്തു. നല്ല രസമല്ലേ, ഇവരുടെ സേവ് ദി ഡേറ്റിൻ്റെ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ വീഡിയോയും കുറച്ച് എടുത്തു. ഇതാണ് വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത്. ഈ ഭാഗത്തേക്ക് ഞങ്ങളങ്ങനെ ഒത്തിരി വരാറില്ല, എന്തെങ്കിലും ആവശ്യം ഉള്ളപ്പോഴൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് ഈ അമ്പലത്തിൽ അങ്ങനെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഇന്ന് വരുന്നത്. പിന്നെ ഞാനും വൈഷ്ണവിയൊക്കെ കുറേ ഫോട്ടോയും ഒക്കെ എടുത്തു. ഞാനും ചേട്ടനും നിന്നെടുത്തു, ഞാനും വൈഷ്ണവിയൊക്കെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. നല്ല അന്തരീക്ഷമായിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു, അതുകൊണ്ട് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. ഞങ്ങൾ പിന്നെ എവിടെ പോയാലും എന്ത് പരിപാടിക്ക് പോയാലും ഫോട്ടോ എടുക്കാതെ ഒരു പരിപാടിയില്ല കേട്ടോ. ഫോട്ടോ എടുത്തിട്ടേ ഉള്ളൂ വേറെ കാര്യം. അപ്പം ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. നല്ല സ്ഥലമാണ്, നല്ല ഹൈറ്റിലിരിക്കുന്ന ഒരു അമ്പലം കേട്ടോ ഇത്. കുറച്ച് കയറ്റം കയറി വേണം ഈ അമ്പലത്തിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ താഴത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചൂടങ്ങനെ ഇല്ലായിരുന്നു, വെയിലാണെങ്കിലും ചൂടൊന്നും ഇല്ലായിരുന്നു, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, താഴെയൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളാണേ. അപ്പോഴത്തേക്കും അവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് വന്നു. പിന്നെ കുറച്ച് നേരം നിന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരും കേട്ടോ. അപ്പോൾ പോയ വഴിക്ക് തന്നെയാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. മാലി മേട്ടുക്കുഴി വഴി കട്ടപ്പനയ്ക്ക്. നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ച കേട്ടോ ഇത്. അങ്ങ് കണ്ടോ വെള്ളം കിടക്കുന്നത്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ശരിക്കും കാണത്തില്ല, നമ്മൾ വീഡിയോയിലാട്ടോ ശരിക്കും കാണത്തില്ലാത്ത. അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് നോക്കുവാണെങ്കിൽ ഇതിനേക്കാൾ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. നല്ല രസമുണ്ടായിരുന്നു. നല്ല വെയിലായതുകൊണ്ടാണ് അത് കാണാൻ സാധിക്കുന്നത്. മഴയാണെങ്കിൽ നമുക്ക് അത്രയും അത് കാണാൻ പറ്റത്തില്ല. മഞ്ഞുള്ളപ്പോഴും കാണാൻ പറ്റത്തില്ല, നിറയെ മഞ്ഞിനാൽ മൂടപ്പെട്ട് കിടക്കുമായിരിക്കും. അപ്പോൾ അതേ ഞങ്ങൾ തിരിച്ച് കട്ടപ്പന എത്തി. വൈഷ്ണവി ഇവിടെ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരാം. ഓക്കെ, താങ്ക് യു.